പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുരേഷ് കുമാറിന്റെ പുസ്തകം. VS സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കിയത് പിണറായി വിജയൻ. 2011 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തി. മൂന്നാർ ദൗത്യം അട്ടിമറിക്കാൻ രത്തൻ ഖേൽക്കർ ശ്രമിച്ചെന്നും ആരോപണം. പുസ്തകത്തിലെ കാര്യങ്ങളിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സുരേഷ് കുമാർ. KPC നേതൃയോഗത്തിൽ സണ്ണി ജോസഫിന് വിമർശനം. സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിനെതിരെ നേതാക്കൾ. ബന്ധുനിയമനമെന്ന ആക്ഷേപത്തിന് അവസരമൊരുക്കിയെന്ന് കുറ്റപ്പെടുത്തൽ. വിമർശനം ഉണ്ടായില്ലെന്ന് സണ്ണി ജോസഫ്. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച. മർദ്ദന ദൃശ്യങ്ങൾ 20 തവണ കണ്ട് കോടതി. മൊഴിയെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പൊട്ടിക്കറിഞ്ഞ് ഗ്രേഡ് SIമാർ. ഫയലുകൾ തിരുത്തിയത് ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് തകരപ്പറമ്പ് കുട്ടൻ. മകനെയും അച്ഛനെയും റോഡിലിട്ട് തല്ലിച്ചതച്ചത് വാഹനത്തിന് സൈഡ് ചോദിച്ചതിന്. ഇപ്പോഴും വിളിച്ചപ്പോൾ എന്നോട് പറയുവാണ് പരാതിയുണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊച്ചു കുട്ടി ഇത്രയും ഉപദ്രവിച്ചിട്ട് പരാതിയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയിലെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി. പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും അന്വേഷണ സമിതിയിൽ. രമേശ് പിഷാരടിയും മുത്തുമണിയും പൊന്നമ്മ ബാബുവും അംഗങ്ങൾ. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത. ഈ മാസം 8 വരെ ശക്തമായ മഴ തുടരും. വൈഭവ് സൂര്യവംശി 2020 ഇന്ത്യൻ ടീമിൽ. ശ്രേയസ് അയ്യർ ടീം ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് ടീമിൽ നിന്നും പുറത്ത്. സഞ്ജു സാംസൺ ടീമിൽ തുടരും.